Hi all, this is the Golden Pass train to Montreux that we are heading to Montreux from Interlaken. ഇതൊരു ട്രെയിനിന്റെ അകത്തെ കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരില്ല അല്ലേ? യെസ് ഫ്രണ്ട്സ്, ഇതാണ് സ്വിറ്റ്സർലൻഡിലെ അതിമനോഹരമായ പനോരമിക് ട്രെയിൻ. നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് പനോരമിക് ട്രെയിനിലെ വിശേഷങ്ങളും അതുപോലെ ഞങ്ങൾ ഇന്റർലേക്കിൽ നിന്ന് മോൺട്രോയിലേക്ക് പോകുന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. സോ വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. മക്കളെ, ഇത് സൂപ്പർ ട്രെയിനാണ് കേട്ടോ. പനോരമിക് ട്രെയിനാണ്. ഇന്റർലേക്കിൽ നിന്ന് ഞങ്ങൾ മോൺട്രക്സിലേക്ക് വേണം. ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്രയുണ്ട്. നോക്കിയേ, രണ്ട് സൈഡിലും നല്ല കിടിലൻ വലിയ വിൻഡോസും അതുപോലെ മുകളിലും കാണാൻ പറ്റും നമുക്ക് ചെറിയ വിൻഡോസ്. ഹായ് ഗൈസ്, ഞാനിന്ന് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും മനോഹരമായൊരു ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്. ഇന്റർലേക്കിൽ നിന്ന് മോൺട്രക്സിലേക്കുള്ള യാത്രയാണ്. ഇതൊരു പനോരമിക് ട്രെയിൻ എക്സ്പ്രസ്, പനോരമിക് എക്സ്പ്രസ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഫസ്റ്റ് ക്ലാസ് കോച്ചാണ്. നമുക്ക് സീറ്റൊക്കെ റിസർവ് ചെയ്യണം നേരത്തെ തന്നെ, എന്നാലും നമുക്ക് നല്ല ഇത്രയും നല്ല രീതിയിലൊക്കെ ഒരു സീറ്റ് കിട്ടുള്ളൂ, എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുണ്ടല്ലേ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ മനോഹരമാക്കാൻ വേണ്ടി ഇതിൻ്റെ വിൻഡോ, രണ്ട് സൈഡിലുള്ള വിൻഡോസൊക്കെ വളരെ വലുതാണ്. അതുപോലെ റൂഫിലും ചെറിയൊരു വിൻഡോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാഴ്ചക്കാർക്ക് വേണ്ടി, യാത്രക്കാർക്ക് വേണ്ടി ഏറ്റവും മനോഹരമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് തന്നെയാണ് ഈ സ്വിറ്റ്സർലൻഡുകാർ ഈ ഒരു ട്രെയിൻ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലെത്തി. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. 8:10 ട്രെയിൻ പുറപ്പെട്ടു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുന്നത് യുങ്ഫ്രോ ടൂർസ് എന്ന് പറയുന്ന ഒരു റെയിൽ ഏജൻസി വഴിയാണ്. അവരുടെ തന്നെയാണ് ഹോട്ടൽ അക്കോമഡേഷനും. അപ്പോൾ ട്രെയിൻ ടിക്കറ്റും അക്കോമഡേഷനും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. വളരെ എക്കണോമിക്കലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ വരികയാണെങ്കിൽ ഈ ഒരു യുങ്ഫ്രോ ടൂർസ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും അത് ലാഭകരമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇന്റർലേക്കിൽ നിന്ന് മോൺട്രോ എന്നുള്ളൊരു സിറ്റിയിലേക്കാണ്. അതും ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഗുണം കൂടി ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ട്രെയിനും നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം, അതുകൊണ്ട് തിരക്ക് കുറവായിരിക്കും. അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ മോൺട്രോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വിസ്സിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ നിന്ന് വേറെ സ്റ്റേഷനിലോട്ട് യാത്ര ചെയ്യുന്നതും ഒരു ട്രിപ്പ് പോലെ തന്നെയാണ്, നമ്മളൊരു എക്സ്കർഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് മനോഹരമായ ഗ്രാമീണ കാഴ്ചകളും അല്ലെങ്കിൽ ഈ പുൽമേടുകളും പച്ചവിരിച്ച് നിൽക്കുന്ന കുന്നിൻ പ്രദേശങ്ങളെല്ലാം കണ്ട് ആ സ്വിറ്റ്സർലൻഡിൻ്റെ തനതായ ഭംഗി കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. തൂൺ തടാകത്തിന്റെ സമീപത്തോടുകൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇന്റർലേക്കിൽ നിന്ന് മോൺട്രോയിലേക്ക് ഏകദേശം 115 കിലോമീറ്റർ ഉണ്ട്. ഈ 115 കിലോമീറ്റർ ദൂരം എത്താനായിട്ട് 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടാണ് ഈ പനോരമിക് ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഇന്റർലേക്കിൽ നിന്ന് വിട പറഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നീട് കാണുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സ്പൈസ് എന്നുള്ള ഗ്രാമത്തിലെത്തുമ്പോൾ വെള്ളത്തിന്റെ അവസാന കാഴ്ച ആസ്വദിച്ച് പിന്നീട് നമ്മൾ വെർണീസ് ഓബർലാൻഡ് എന്ന ഗ്രാമപ്രദേശങ്ങളിലെ താഴ്ന്ന മലനിരകളിലേട്ടാണ് പിന്നീട് ഇറങ്ങുന്നത്. അവിടെ ചെല്ലുമ്പോൾ നല്ല ശരിക്കും മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. വിമീസ് കോട്ട, അതിൻ്റെ ഉയർന്ന സ്ഥാനത്തെ 10ാം നൂറ്റാണ്ടിലെ സെന്റ് മാർട്ടിൻ പള്ളി, ഇതൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര തന്നെയാണ് ഈ പനോരമിക് ട്രെയിൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ 3 മണിക്കൂറത്തെ പനോരമിക് ട്രെയിനിലെ യാത്ര കൊണ്ട് ഞങ്ങൾ മോൺട്രോയിൽ എത്തിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ വടക്കു ഭാഗത്തുള്ള മനോഹരമായ ഒരു പട്ടണം തന്നെയാണ് മോൺട്രോ. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തത് ഒരു ഫോർട്ട് കാണാൻ പോവുകയാണ്. ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ചാറ്റോ ഷിലോൺ എന്നാണ് ഈ കാസിൽ അറിയപ്പെടുന്നത്. ഒരു മെഡീവിയൽ കാസിലാണിത്. സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന കോട്ട കൂടിയാണിത്. ഇതിൻ്റെ ഇതിഹാസ സ്ഥാനം, അതുപോലെ മനോഹരമായ കാഴ്ചകൾ, പുരാതന വാസ്തുവിദ്യ എന്നിവയൊക്കെയാണ് ഇതിനെ ഏറ്റവും മികച്ചതാക്കി മാറ്റുന്നത്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ജനീവ തടാകത്തിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ജനീവ തടാകത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. സ്വിറ്റ്സർലൻഡ് നിങ്ങൾക്കറിയാം ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്, അതായത് അതിന് സമുദ്ര തീരങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നെ ശരിക്കും ആകർഷിച്ചത് ഈ ഒരു തടാകം തന്നെയാണ്. കാരണം സമുദ്ര തീരങ്ങളില്ലാത്ത ഈ രാജ്യത്തിന് ശരിക്കും ഒരു സമുദ്രം തന്നെയാണ് ഈ ജനീവ തടാകം. കാരണം സമ്മർ സമയങ്ങളിൽ നിരവധി ആളുകളാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ബീച്ചുകൾ എന്തെല്ലാമാണോ ചെയ്യുന്നത്, ബീച്ച് ആക്ടിവിറ്റികളിൽ മുഴുകാറുണ്ട്. അതേപോലെ സ്വിറ്റ്സർലൻഡിലും അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു തടാകം തന്നെയാണ് ഈ ജനീവ ലേക്ക്. അതുകൊണ്ട് കോട്ടയിലേക്കാളും ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ തടാകത്തിനരികത്താണ്. കാരണം നമ്മൾക്കൊരു ബീച്ചിൽ കുളിക്കാനുള്ള ആ ഒരു വൈബ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു രസം തന്നെയല്ലേ. ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതൊരു തടാകം തന്നെയാണോ എന്ന്. നമുക്ക് കാണണമെങ്കിൽ ആ മലനിരകളൊക്കെ കാണുമ്പോഴാണ് ഇതൊരു തടാകമാണ്, അല്ലെങ്കിൽ ശരിക്കും ഒരു കടൽ പോലെ തന്നെയാണ്. തിരകളൊക്കെ ശരിക്കും അടിക്കുന്നുണ്ട്.
പിന്നെ ഞാൻ ഒട്ടും ചിന്തിച്ചില്ല, ഞാനും തേജുവും വേഷമൊക്കെ മാറി ഞങ്ങൾ പിന്നെ നല്ലൊരു നീരാട്ട്. അപ്പോൾ ഇവിടെ കുളിക്കാനാണെങ്കിൽ നല്ല സൗകര്യമാണ്, കാരണം ഈ ഒരു മുനമ്പ് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സേഫാണ്. മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഈ ലേക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ക്രസൻറ്റ് ഷേപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ക്രസൻറ്റിൻ്റെ ഒരറ്റമാണ് ഈ മോൺട്രോ എന്ന് പറയുന്ന നഗരം, അതിൻ്റെ മറ്റേ അറ്റത്ത് ജനീവയാണ്. അപ്പോൾ അങ്ങനെ ജനീവ മുതൽ മോൺട്രോ വരെ കിടക്കുന്ന ഒരു വലിയൊരു തടാകം തന്നെയാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സന്ദർശിച്ച ആ ഒരു കാസിലുണ്ടല്ലോ, നമ്മുടെ ഷിലോങ് കാസിൽ, ആ കാസിലിൻ്റെ ശരിക്കുള്ള നല്ലൊരു ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സ്വിറ്റ്സർലൻഡിൽ വരുമ്പോൾ ഈ ഒരു സിറ്റി മറക്കരുത്. മോൺട്രോ സിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ കാഴ്ചകൾ കൂടാതെ നമുക്ക് ബീച്ചിൻ്റെ വൈബും കൂടി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. സോ വെൽക്കം ടു മോൺട്രോ, സ്വിറ്റ്സർലൻഡ്. ജനീവ ലേക്കിലെ നീരാട്ടിന് ശേഷം ഹോട്ടലിൽ എത്തി ഒന്ന് വിശ്രമിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വൈകുന്നേരം, ഏകദേശം രാത്രിയായിട്ടോ, ഞങ്ങളൊന്ന് ടൗണിലോട്ട് ഇറങ്ങിയാണ്. ഭക്ഷണം കഴിക്കണം, അതാണ് പ്രധാന ഉദ്ദേശം. അതുപോലെ ജനീവ ലേക്കിൻ്റെ അടുത്തായിട്ടൊരു പ്രൊമനേഡ് ഉണ്ട്. ആ പ്രൊമനേഡിലൂടെ നടന്നാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം. അവിടെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഇരിക്കാം, നല്ല നല്ല കാഴ്ചകളായിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തിരക്കില്ലാത്തൊരു ടൗൺ ഏരിയയാണ്. അപ്പോൾ തേജുവിന് അത്യാവശ്യം ഓടിക്കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. സാധാരണ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഈ ഒരു ടൗൺ സന്ദർശിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം എല്ലാവരും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായ ഇന്റർലേക്കൻ, ലുസേൺ അല്ലെങ്കിൽ സ്യൂറിക് ഇവിടെയൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ മോൺട്രോ എന്നുള്ളൊരു പട്ടണത്തിൽ അധികം ആളുകൾ വരുന്നുണ്ടോ എന്നൊരു സംശയം തന്നെയാണ്. പക്ഷേ ഏറ്റവും നല്ലൊരു മനോഹരമായൊരു നഗരം തന്നെയാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഇടയിലൂടെയൊക്കെ നടന്ന് ഞങ്ങൾ പ്രൊമനേഡിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ സൂര്യാസ്തമയ സമയമാണ്, അതുകൊണ്ട് ഈ പ്രൊമനേഡിലൂടെയുള്ള കാഴ്ച അതിഗംഭീരമാണ്. ശരിക്കും ഒരു സിനിമയിൽ കാണുന്ന പോലെയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. തടാകക്കരയിലെ ആ പാതയിലൂടെയുള്ള ഓരോ ചുവടും സൗന്ദര്യവും നിറവും ശാന്തതയും നിറഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാവും. ശരിക്കും വസന്തത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ വേനൽക്കാലത്തിൻ്റെ ആരംഭം, ഈ സമയത്താണ് ഈ പ്രൊമനേഡ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വളരെ ഭംഗിയായിട്ട് മാറുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ വേനൽക്കാലത്തിൻ്റെ ആ ഒരു തുടക്കത്തിൽ തന്നെയാണ്. എവിടെയും നല്ല പൂക്കളൊക്കെ വിരിഞ്ഞു നിൽപ്പുണ്ട്, അതും പല നിറത്തിലുള്ളത്. നിരവധി ആളുകളാണ് പ്രായഭേദമന്യേ ഈ പ്രൊമനേഡിലൂടെ സായാഹ്ന സമയത്ത് നടക്കാനെത്തുന്നത്. ഞാൻ നടക്കുന്ന വഴിക്ക് കുറച്ച് പേരെയൊക്കെ പരിചയപ്പെട്ടു. പ്രത്യേകിച്ചും സ്വിറ്റ്സർലൻഡ് നിവാസികളാണ്. അവരിങ്ങനെ ഈ പ്രൊമനേഡിൽ എപ്പോഴും വരാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുപോലെ നിരവധി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഈ പ്രൊമനേഡിൻ്റെ ഒരു വശത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം പിന്നീട് ആ പ്രൊമനേഡിൻ്റെ സൈഡിലുള്ള ആ ഒരു ബെഞ്ച് പോലെയുണ്ട്, അവിടെ ഞങ്ങളിരുന്ന് തേജു അപ്പോൾ അതിൻ്റെ മീതെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു. അങ്ങനൊരു മനോഹരമായൊരു ദിവസം തന്നെയായിരുന്നു. ഈ ബാക്കിൽ കാണുന്നതാണ് ലേക്ക് ജനീവ. നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും, ഒരു ക്രസൻറ്റ് ഷേപ്പിലാണ് ഇത് നിൽക്കുന്നത് ഈ ജനീവ തടാകം. അതിൻ്റെ ഒരറ്റത്ത് മോൺട്രെക്സും മറ്റേ അറ്റത്താണ് ജനീവയും. പേരുകൊണ്ട് ലേക്ക് അല്ലെങ്കിൽ ഒരു തടാകമാണെങ്കിലും ഇത് ഇവർക്ക് ശരിക്കും ഒരു ബീച്ച് തന്നെയാണ്. അതുമാത്രമല്ല, ശരിക്കും ഒരു ബീച്ചിൻ്റെതായ എല്ലാ ഫീലുള്ളതാണ്. നല്ല വേവ്സ് ഉണ്ട്, അങ്ങ് കണ്ടെത്താത്ത ദൂരത്തോളം ഈ ലേക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു ബീച്ചിൻ്റെ ആയിട്ട് നമുക്കൊരു കടലായിട്ട് തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും. അതിസുന്ദരമായ പനോരമിക് ട്രെയിനിലെ യാത്രയും അതുപോലെ മോൺട്രോ എന്നുള്ളൊരു നഗരത്തിലെ സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സ്വിറ്റ്സർലൻഡിലെ ഞങ്ങളുടെ ഒരു ദിവസം കൂടി അങ്ങനെ തീരുകയാണ്. ഇനി ഞങ്ങൾക്ക് അടുത്ത ദിവസം ബ്രിഗിലേക്ക് പോകണം. അപ്പോൾ ഈ മോൺട്രോ എന്നുള്ളൊരു പട്ടണം തിരഞ്ഞെടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ബ്രിഗ് എന്നുള്ളൊരു പട്ടണം, അവിടുന്ന് ഞങ്ങൾക്ക് ഇറ്റലിയിലോട്ട് പെട്ടെന്ന് കിടക്കാൻ പറ്റും. അവിടെ നിന്നാണ് ഞങ്ങൾ തിരികെയുള്ള ഫ്ലൈറ്റ്. അങ്ങനെ ബ്രിഗിലെ കാഴ്ചകൾ അടുത്ത ആഴ്ച നമ്മൾക്ക് കാണാം. ഞങ്ങൾ അങ്ങനെ തിരിച്ച് ഹോട്ടലിലേക്ക് നടക്കുമ്പോൾ സൂര്യൻ പതുക്കെ, ഈ രാത്രി 10 മണിയോടെയാണ് സൂര്യൻ ആ ലേക്കിലേക്ക് പതുക്കെ ചായുന്നുണ്ടായിരുന്നു.